ചില കണക്കുകൾ നമ്മൾ എഴുതി വയ്ക്കാറില്ല, ആരോടും പറയാറുമില്ല. പക്ഷേ ജീവിതം അതെല്ലാം ഓർത്തു വയ്ക്കും. നമ്മൾ ചെയ്ത നന്മകളും സഹിച്ച വേദനകളും ആരോടും പറയാതെ ഒഴുക്കിയ കണ്ണുനീരും ആരും കാണാതെ നടത്തിയ പ്രാർത്ഥനകളും ഇതൊന്നും വെറുതെ ആകുന്നില്ല എന്നൊരു വിശ്വാസം ഉള്ളിലുണ്ടാകണം നമ്മൾക്ക്. മഹാദേവനെ വിശ്വസിക്കുന്ന ഒരാൾക്ക് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഉടനെ മനസ്സിലാകണമെന്നില്ല. പക്ഷേ മനസ്സിലാകാത്ത കാര്യങ്ങളെപ്പോലും വിശ്വാസത്തോടെ സ്വീകരിക്കാൻ കഴിയണം. കാരണം നമ്മൾ കാണുന്നത് ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ജീവിതം നമ്മളെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് പലപ്പോഴും ആ സമയത്ത് നമ്മൾക്ക് മനസ്സിലാകില്ല. ചില മനുഷ്യർ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. കുറച്ചു കാലം നമ്മളോടൊപ്പം നടക്കും. പിന്നെ ഒരു ദിവസം അകന്നു പോകും. അന്ന് നമുക്ക് തോന്നുന്നത്, എന്തിനാണ് ഈ മനുഷ്യനെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് എന്നായിരിക്കും തോന്നുന്നത്. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞ് പിന്നിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാകുന്നത്, ആ ബന്ധം നമ്മളെ എന്തോ ഒരു പാഠം പഠിപ്പിക്കാനായിരുന്നു. ചില അവസരങ്ങൾ നമ്മുടെ കയ്യിൽ വരും. നമ്മൾ അതിനുവേണ്ടി ഒരുപാട് ആഗ്രഹിച്ചിട്ടും അത് നഷ്ടപ്പെട്ടു പോകും. അന്ന് നമ്മുടെ മനസ്സ് തകർന്നു പോകും. പക്ഷേ അതേ നഷ്ടം തന്നെയായിരിക്കും പിന്നീട് നമ്മളെ മറ്റൊരു വഴിയിലേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യത്തിനും ഉടൻ വിധി പറയരുത് എന്ന് പറയുന്നത്. ഇന്ന് വേദനയായത് നാളെ അനുഗ്രഹമായി തോന്നാം. നമ്മൾക്ക് ഇന്ന് നഷ്ടമായി തോന്നിയത് നാളെ അതൊരു രക്ഷയായിട്ട് തോന്നാം. ഇന്ന് നമ്മൾക്ക് താമസമായി തോന്നിയ ഒരു കാര്യം നാളെ ശരിയായ സമയമായിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാകും. ഇതാണ് ജീവിതത്തിൻ്റെ അത്ഭുതമായ ഒരു വിഷയം. ഭഗവാൻ മഹാദേവനെ നോക്കിക്കഴിഞ്ഞാൽ മഹായോഗിയുടെ രൂപത്തിൽ അദ്ദേഹം ശാന്തമായി ഇരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ചുറ്റുമുള്ള ലോകം എത്ര മാറിയാലും ആ ധ്യാന നിശ്ചലത നമ്മളോട് പറയുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. പുറത്തുള്ള സാഹചര്യങ്ങൾ എല്ലായ്പ്പോഴും നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കില്ല. പക്ഷേ നമ്മുടെ ഉള്ളിലെ നിലപാട് നമ്മൾക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ്. ഭഗവാൻ മഹാദേവൻ്റെ ധ്യാന രൂപത്തിനെ ശാന്തത, ജാഗ്രത, ആത്മനിയന്ത്രണം എന്നിവയുടെ പ്രതീകമായി വ്യാഖ്യാനിക്കാറുണ്ട്. നമ്മുടെ ജീവിതത്തിലും അതാണ് വേണ്ടത്. എല്ലാവരും നമ്മളെ മനസ്സിലാക്കണമെന്നുണ്ടോ? ഇല്ല. എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇഷ്ടം പോലെ നടക്കണമെന്നുണ്ടോ? ഇല്ല. നമ്മൾ എത്ര നല്ലത് ചെയ്താലും എല്ലാവരും നമ്മളെ അത് തിരിച്ചറിയണമെന്നില്ല. പക്ഷെ അതുകൊണ്ട് നമ്മുടെ നന്മയുടെ വില കുറയുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ ആരും കാണാതെ ചെയ്യുന്ന ഒരു നല്ല പ്രവൃത്തി പോലും നിങ്ങളുടെ ഉള്ളിൽ ഒരു മാറ്റം ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ ആരോടും പറയാതെ സഹിക്കുന്ന ഒരു വേദന പോലും നിങ്ങളെ കൂടുതൽ ശക്തനാക്കുന്നുണ്ട്. നിങ്ങൾ ഇന്ന് ചെയ്യുന്ന ചെറിയൊരു പരിശ്രമം പോലും നാളത്തെ നിങ്ങളുടെ ജീവിതത്തിന് അടിത്തറയാകുന്നുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവർ നിങ്ങളുടെ പരിശ്രമത്തെ വിലയിരുത്തുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് നിങ്ങൾ ഒരിക്കലും ജീവിക്കരുത്. നിങ്ങളുടെ വഴി നിങ്ങൾക്കറിയാം. നിങ്ങളുടെ പോരാട്ടം നിങ്ങൾക്കറിയാം. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദന അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ പ്രാർത്ഥന നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ കണക്ക് മറ്റുള്ളവരുടെ കയ്യിൽ കൊടുക്കരുത്. മഹാദേവനെ ഓർത്ത് നിങ്ങളുടെ കർമ്മം ചെയ്യുക. ഫലം വൈകിയാൽ ഒരിക്കലും നിങ്ങൾ വിഷമിക്കരുത്. താമസിച്ചു പോകുന്നു എന്നത് ഇല്ലാതാകുന്നു എന്നല്ല, നിങ്ങൾക്ക് ആ ഫലം കിട്ടില്ല എന്നല്ല അതിനർത്ഥം. ഇപ്പോൾ ഒരു വിത്ത് മണ്ണിനടിയിൽ കിടക്കുന്ന സമയത്ത് അതിൻ്റെ വളർച്ച പുറത്ത് നിന്ന് നമ്മൾക്ക് കാണാൻ കഴിയില്ല. പക്ഷേ അതിനുള്ളിൽ എന്തോ നടക്കുകയാണ് അല്ലേ? അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലും ചില മാറ്റങ്ങൾ കണ്ണുകൊണ്ട് കാണുന്നതിന് മുൻപ് ഉള്ളിൽ ആരംഭിച്ചിട്ടുണ്ടാകും. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന പരിശ്രമത്തിന് ഒരു ഫലവും കിട്ടാത്തതുപോലെ നിങ്ങൾക്ക് ഫീലാകും. പക്ഷേ നാളെ അതേ പരിശ്രമം നിങ്ങളുടെ ആത്മവിശ്വാസമായിട്ട് മാറും. അതേപോലെ ഇന്ന് നിങ്ങൾ പഠിക്കുന്ന ഒരു ചെറിയ കാര്യം നാളെ നിങ്ങളുടെ കഴിവായിട്ട് മാറും. ഇന്ന് നിങ്ങൾ സഹിക്കുന്ന ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസ സാഹചര്യം നാളെ അത് മറ്റൊരാളുടെ വേദന മനസ്സിലാക്കാനുള്ള നിങ്ങളുടെ മനസ്സായിട്ട് മാറും. ആ വേദന നിങ്ങൾ അനുഭവിച്ചത് കൊണ്ടാണ് ഇതേ വേദന അനുഭവിക്കുന്ന മറ്റൊരാളെ കാണുമ്പോൾ അവരോട് നമ്മൾക്ക് അനുകമ്പ തോന്നുന്നത്, അല്ലെങ്കിൽ അവരെ സഹായിക്കണമെന്നൊരു വേദന നമ്മുടെ മനസ്സിലുണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും പറയുന്നതും ഒന്നും വെറുതെ ആകില്ല. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ അനുഭവങ്ങളും നമ്മളെ എന്തെങ്കിലും പഠിപ്പിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഭഗവാൻ മഹാദേവനെ വിശ്വസിക്കുക എന്നത് കൈകെട്ടിയിരിക്കുക എന്നുള്ളതല്ല. ഭഗവാനിൽ വിശ്വസിച്ചു അല്ലെങ്കിൽ ഭഗവാന്റെ അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിച്ചു, വഴിപാട് കഴിച്ചു, ഞാനത് ചെയ്തു എന്ന് പറഞ്ഞ് ആ പരിശ്രമത്തെ വിട്ടിട്ട് നിങ്ങൾ വെറുതെ ഇരിക്കുക എന്നുള്ളതല്ല അതിനർത്ഥം. വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ പ്രവർത്തിക്കാനുള്ള ധൈര്യമാണ്. പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് നമ്മുടെ കർമ്മം ചെയ്യാനുള്ള ഒരു മനസ്സാണത്.
പരാജയം വന്നാലും വീണ്ടും ശ്രമിക്കാനുള്ള ഒരു ശക്തിയാണത്. വൈകിയാലും ക്ഷമയോടെ കാത്തിരിക്കാനുള്ള ഒരു മനസ്സാണത്. ആരും കൈയടിക്കാത്ത സമയത്ത് പോലും നമ്മൾ ചെയ്യുന്ന നന്മകൾക്കൊന്നും എല്ലാവരും പ്രശംസിക്കണമെന്നില്ല, കൈയടിക്കണം, നമ്മളത് പ്രതീക്ഷിക്കുന്നുമില്ല. ഒരു ശിവഭക്തനും അത് പ്രതീക്ഷിക്കില്ല. ആ കൈയടിക്കാത്ത സമയത്ത് പോലും ശരിയായ കാര്യം ചെയ്യാനുള്ള ഒരു ആത്മബലമാണ് ഉണ്ടാകേണ്ടത്. ഇതാണ് യഥാർത്ഥ ആത്മീയത. നമ്മൾ പലപ്പോഴും ദൈവത്തോട് ചോദിക്കുന്നത് എനിക്ക് ഇത് എപ്പോൾ കിട്ടുമെന്നാണ്. ആ ഒരു വിചാരത്തോടെയാണ് ഭഗവാനെ സമീപിക്കുന്നത്. പക്ഷെ ഒരിക്കൽ നമ്മൾ ചോദിച്ചു നോക്കണം, ഇത് കിട്ടാൻ ഞാൻ എങ്ങനെയുള്ള മനുഷ്യനായിട്ടാണ് മാറേണ്ടത്? ഞാൻ ഇതിന് യോഗ്യനാണോ? ഈ ചോദ്യം നമ്മുടെ ജീവിതം തന്നെ മാറ്റുന്നതാണ് കൂട്ടുകാരെ. നമ്മൾ ആഗ്രഹിക്കുന്ന വിജയത്തിന് മുൻപ് നമ്മളിൽ ചില മാറ്റങ്ങൾ വരേണ്ടി വരും. മാറ്റം നമ്മളായിട്ടത് വരുത്തിയില്ലെങ്കിൽ ഭഗവാൻ അത് മാറ്റും. അഹങ്കാരം കുറയേണ്ടി വരും, ക്ഷമ വളരേണ്ടി വരും. ഇതിനെയെല്ലാം പരീക്ഷിക്കുവാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന് കൊണ്ടുവരും. നിനക്ക് ക്ഷമയുണ്ടോ? നിന്റെ അഹങ്കാരം നിനക്ക് കുറയ്ക്കാൻ പറ്റുന്നുണ്ടോ? ആ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന നിങ്ങളുടെ സ്വഭാവം അത് നിങ്ങളിൽ നിന്ന് മാറുന്നുണ്ടോ? സ്വന്തം കഴിവിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഇതെല്ലാം വരുവാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങളെ ഭഗവാൻ മഹാദേവൻ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ആരെങ്കിലും ഒരു ജ്യോതിഷൻ പറഞ്ഞു അവിടെ ഏതെങ്കിലും അമ്പലത്തിൽ പോയി വഴിപാട് കഴിച്ചാൽ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീരുമെന്ന്. ഒരിക്കലും തീരില്ല. നിങ്ങളെ അതിന് പ്രാപ്തനാക്കാനുള്ള വഴിയാണ് ഭഗവാൻ ആദ്യം നിങ്ങൾക്ക് തരുന്നത്. ഒരു ജോലി കിട്ടണമെങ്കിൽ അതിന് എൻട്രൻസ് പരീക്ഷ എഴുതണം, അതിൻ്റെ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കണം. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് ആഗ്രഹിച്ച ജോലി കിട്ടുന്നത്. അതുപോലെയാണ് ഭഗവാനോടൊരു കോരിക്ക ഒരു അപേക്ഷ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് നിങ്ങളത് നേടാൻ തക്കവണ്ണം നിങ്ങളെ പ്രാപ്തരാക്കും ഭഗവാൻ. നിങ്ങൾക്കതിനുള്ള ആ ഒരു കഴിവ് നിങ്ങളിൽ വളർത്തിയെടുക്കും ഭഗവാൻ. അതിനുവേണ്ടി നിങ്ങൾ കുറച്ച് ശ്രമമൊക്കെ നടത്തേണ്ടി വരും. അതെല്ലാം പരാജയമാണ്, അല്ലെങ്കിൽ അതെല്ലാം പരീക്ഷണമാണെന്ന് വിചാരിച്ച് നിങ്ങൾ മനസ്സ് തളരാതെ വീണ്ടും അതിന് മുന്നിൽ കാണുന്ന വഴികളിലൂടെ സഞ്ചരിച്ച് അത് നേടിയെടുക്കാനുള്ള വഴികൾ തിരഞ്ഞെടുക്കണം. ഭഗവാൻ എപ്പോഴും കൂടെ ഉണ്ടാകും. ചിലപ്പോൾ ജീവിതം നമ്മളെ കൊണ്ട് നിർത്തുന്നത് പിന്നോട്ട് കൊണ്ടുപോകാനുള്ളതല്ല, നമ്മളെ തയ്യാറാക്കുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു ഇടവേള വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ ഒരിക്കലും ശാപമായിട്ടല്ല കാണേണ്ടത്. ഒരുപക്ഷെ അത് ഒരു തയ്യാറെടുപ്പിൻ്റെ സമയമായിരിക്കാം. നിങ്ങൾ വളരെ കാലമായിട്ട് കാത്തിരിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ, അത് നടക്കാത്തതിൽ നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ, എങ്കിൽ ഇന്നു മുതൽ നിങ്ങളുടെ മനസ്സിനോട് നിങ്ങൾ പറയേണ്ടത്, എൻ്റെ സമയം എനിക്കറിയില്ല, പക്ഷേ എൻ്റെ സമയം വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഭഗവാൻ മഹാദേവൻ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ദൈവമാണെങ്കിലും നിങ്ങൾക്കത് ഉണർത്തിത്തരും. എൻ്റെ വഴി എനിക്ക് പൂർണ്ണമായി കാണുന്നില്ല, പക്ഷേ ഞാൻ മുന്നോട്ട് നടക്കും എന്നുള്ള തീരുമാനം നിങ്ങളിലേക്ക് എത്തിക്കും ഭഗവാൻ. എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം എപ്പോൾ കിട്ടുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ പ്രതീക്ഷ കൈവിടില്ല എന്നൊരു തീരുമാനം നിങ്ങളിൽ ഉണ്ടാകും. ഈ വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ വളരേണ്ടതാണ്. ഭഗവാൻ മഹാദേവൻ്റെ വലിയൊരു സന്ദേശം നമ്മൾ ഓർക്കേണ്ടത്, ശക്തി എന്നത് എപ്പോഴും അത് വളരെ കോലാഹലത്തോടെ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് വരുന്നതല്ല. ചിലപ്പോൾ ഏറ്റവും വലിയ ശക്തി ഒരു നിശബ്ദതയിലൂടെയാണ് വരുന്നത്. നമ്മളെ വേദനിപ്പിച്ച ഒരാളോട് ഉടനെ പ്രതികരിക്കാതിരിക്കുക, നമ്മളെ അപമാനിച്ച ഒരാളോട് അതേ രീതിയിൽ പെരുമാറാതെ ഇരിക്കുക. നമ്മൾക്ക് ദേഷ്യം വരുമ്പോൾ, കോപം വരുമ്പോൾ കുറച്ച് നിമിഷം നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക. നഷ്ടം വരുമ്പോൾ സ്വയം തകർക്കാതെ വീണ്ടും അത് തുടങ്ങുക. ഇതെല്ലാം വലിയ ശക്തിയാണ്. ക്ഷമ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ദൗർബല്യമല്ല കൂട്ടുകാരെ. ആത്മീയ വളർച്ചയിൽ ക്ഷമയും നമ്മുടെ മനസ്സിൻ്റെ സമത്വവും പ്രധാനമാണെന്ന് പല ഹിന്ദു ആത്മീയ വ്യാഖ്യാനങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കഴിയുന്ന സമയങ്ങളിലൊക്കെ നിങ്ങൾ പുരാണങ്ങൾ പഠിക്കുക. അപ്പോൾ വായിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, അത് മനസ്സിലാക്കുക, അതിൻ്റെ ആന്തരാർത്ഥം ഉൾക്കൊള്ളുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ വേദനിപ്പിച്ചവരെക്കുറിച്ച് ദിവസവും ചിന്തിച്ച് നിങ്ങളുടെ മനസ്സിന് നിങ്ങൾ ഭാരമുണ്ടാക്കേണ്ട ആവശ്യമില്ല. അവർ ചെയ്തത് അവരുടെ കർമ്മമാണ്, നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കർമ്മമാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനം മറ്റൊരാളുടെ പെരുമാറ്റത്തിന് വിട്ടുകൊടുക്കരുതൊരിക്കലും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഓരോ മനുഷ്യനെയും മാറ്റാൻ നിങ്ങൾക്ക് കഴിയുമോ? ഇല്ല. പക്ഷേ അവരോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കണമെന്നത് നിങ്ങൾക്ക് പഠിക്കാവുന്ന കാര്യമാണ്. ഇതാണ് ആത്മീയ വളർച്ച. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ വലിയ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം? പകരം നമ്മളൊന്ന് തിരിച്ചു ചോദിച്ച് നോക്കിക്കേ, ഇതിലൂടെ ജീവിതം എന്നെ എന്താണ് പഠിപ്പിക്കുന്നത് എന്നൊന്ന് ചോദിച്ചേ. ഈ ഒരു ചോദ്യത്തിന് നിങ്ങളുടെ വേദനയുടെ അർത്ഥം തന്നെ മാറ്റാൻ കഴിയുന്നതാണ്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് മാത്രം നോക്കാതെ ആ നഷ്ടം നിങ്ങളിൽ വളർത്തിയെടുത്തത് എന്താണെന്ന് നിങ്ങൾ നോക്കണം. നിങ്ങൾക്ക് ലഭിക്കാത്തത് മാത്രം നോക്കാതെ നിങ്ങൾ പഠിച്ചത് എന്താണെന്ന് നോക്കണം. നിങ്ങളെ വിട്ടുപോയവരെ മാത്രം നിങ്ങൾ ഓർത്തിരിക്കാതെ നിങ്ങളോടൊപ്പം നിന്നവരെ നിങ്ങൾ ഓർക്കണം. ജീവിതം ഒരിക്കലും നമ്മൾ ആഗ്രഹിച്ചതെല്ലാം തരണമെന്നില്ല കൂട്ടുകാരെ. പക്ഷെ ഓരോ അനുഭവത്തിലൂടെയും നമ്മളിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരാൻ കഴിയും. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് പറയുന്നത്. ഒരുപാട് ആളുകൾ പുറത്താണ് ദൈവത്തെ അന്വേഷിക്കുന്നത്.
പക്ഷെ ഒരു ദിവസം അവർ മനസ്സിലാക്കും, തകർന്നു പോകാതെ തന്നെ ആ ഒരു തകർന്നു പോകേണ്ട ഒരു അവസ്ഥയിൽ തകർന്നു പോകാതെ നിന്ന ആ മനസ്സിലും വീണ്ടും എഴുന്നേറ്റ് ആ ധൈര്യത്തിലും തെറ്റിന് ശേഷം തിരുത്താൻ തോന്നിയ ആ ബോധത്തിലും മറ്റൊരാളോട് ക്ഷമിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ ക്ഷമിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ പോലും ആ ക്ഷമിക്കാൻ കഴിഞ്ഞ ആ നിമിഷത്തിലും ദൈവത്തെ അനുഭവിക്കാമെന്ന്. ഭഗവാൻ മഹാദേവനെ ഓർക്കുമ്പോൾ അതുകൊണ്ട് ഒരു രൂപത്തെ മാത്രം നമ്മൾ ഓർക്കേണ്ടതല്ല, ശാന്തതയെ ഓർക്കണം, ധൈര്യത്തെ ഓർക്കണം, ആത്മനിയന്ത്രണത്തെ ഓർക്കണം, വിട്ടുകൊടുക്കേണ്ടത് വിട്ടുകൊടുക്കാനുള്ള ജ്ഞാനത്തെ ഓർക്കണം, ആവശ്യമായിടത്ത് ഉറച്ചു നിൽക്കാനുള്ള ശക്തിയെ ഓർക്കണം. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോഴാണ് ശിവഭക്തി നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുന്നത്. നിങ്ങൾ ഇന്ന് എത്ര ചെറിയ നിലയിലാണ് എന്ന് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇന്നലത്തേക്കാളും ഇനിയും കുറച്ചെങ്കിലും നിങ്ങൾ മുന്നോട്ട് പോയോ എന്ന് നിങ്ങൾ നോക്കണം. അങ്ങനെ ആഗ്രഹിക്കുന്നവരൊക്കെ മാത്രമാണ്, അങ്ങനെ മാറണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രമാണ് ഇതേപോലുള്ള വീഡിയോസൊക്കെ കാണുകയും അതൊക്കെ കേട്ട് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ ഒരു ചുവടെങ്കിലും നിങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. അത് മതി. മറ്റുള്ളവരുമായിട്ട് നിങ്ങളുടെ ജീവിതത്തെ താരതമ്യം ചെയ്യേണ്ട ആവശ്യമില്ല. ഓരോരുത്തർക്കും ഓരോ സമയമുണ്ട്, ഓരോരുത്തർക്കും ഓരോ വഴിയാണുള്ളത്, ഓരോരുത്തർക്കും ഓരോ കർമ്മ വഴിയാണുള്ളത്, കർമ്മപഥമാണുള്ളത്. നിങ്ങളുടെ യാത്ര മറ്റൊരാളുടെ യാത്ര പോലെ ആകണമെന്നില്ല, അവരെ പോലെ ആകണമെന്ന് നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കരുത്. അതുകൊണ്ട് മറ്റൊരാളുടെ വിജയത്തെ നോക്കി നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ചെറുതാക്കി കാണരുത്. നിങ്ങളുടെ സമയം വരുമ്പോൾ നിങ്ങളുടെ കഥയും പറയപ്പെടും, നിങ്ങളെയും പോറ്റിപ്പാടും. അതുവരെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ്: ശ്രമിക്കുക, പഠിക്കുക, പ്രാർത്ഥിക്കുക, ക്ഷമിക്കുക, മുന്നോട്ട് നടക്കുക. നിങ്ങളുടെ ഉള്ളിലെ വിശ്വാസം ജീവനോടെ സൂക്ഷിക്കുക. ഒരുപക്ഷെ ഇന്ന് നിങ്ങൾക്ക് ഒന്നും മാറുന്നതായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടും നിങ്ങളുടെ ജീവിതം മാറുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നില്ല. പക്ഷെ നിങ്ങൾ മാറിക്കൊണ്ടിരിക്കാം. നിങ്ങളുടെ ചിന്ത മാറുന്നു, നിങ്ങളുടെ മനസ്സ് ശക്തമാകുന്നു, നിങ്ങളുടെ മുൻഗണനകൾ മാറുന്നു, നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. ഇതെല്ലാം തന്നെ ഒരു അനുഗ്രഹമല്ലേ? അതുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ നിങ്ങൾ ഒരിക്കലും വെറുതെ കളയരുത്. ഇന്ന് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ നല്ല കാര്യം നിങ്ങൾ ചെയ്യുക. ആരെങ്കിലും ഒന്ന് സഹായിക്കുന്ന ആ ഒരു സാഹചര്യം നിങ്ങളുടെ കൺമുന്നിൽ വന്നാൽ നിങ്ങളതിന് തയ്യാറെടുക്കുക. ഒരു സഹായം ചെയ്യുക. ഈ സഹായം ചെയ്തുകൊണ്ട് എനിക്കെന്താണ് നേട്ടമെന്ന് നിങ്ങൾ അവിടെ ചിന്തിക്കാതിരിക്കുക. ഒരാൾ ഒരു 10 രൂപയ്ക്ക് നിങ്ങളുടെ കൺമുന്നിൽ വന്ന് കൈ നീട്ടുന്നുണ്ടെങ്കിൽ അത് ആ സമയത്ത് നിങ്ങൾ ചെയ്യാനുള്ള ഭഗവാന്റെ പരീക്ഷണമാണത്. അത് ചെയ്തേക്കുക. ഒരു നല്ല വാക്ക് പറയേണ്ട സാഹചര്യങ്ങളിൽ അവിടെ ഒരു നല്ല വാക്ക് പറയുക. ഇവനോട് നല്ല വാക്ക് പറഞ്ഞിട്ട് എനിക്കെന്ത് നേടാനാ എന്ന് വിചാരിക്കാതിരിക്കുക. നിങ്ങളുടെ ജോലി സത്യസന്ധമായിട്ട് ചെയ്യുക. നിങ്ങളുടെ കുടുംബത്തോട് സ്നേഹത്തോടെ പെരുമാറുക. നിങ്ങളുടെ സ്വപ്നത്തിനായി ഒരു ചെറിയ ചുവട് വയ്ക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾ മനസ്സിൽ പറയേണ്ടത്: മഹാദേവ, എൻ്റെ കർമ്മം ഞാൻ ചെയ്യുന്നുണ്ട്, ഇനി എൻ്റെ യാത്രയ്ക്ക് നീ സാക്ഷിയായിരിക്കണമേ. പലരും ഓരോരുത്തരും തിരഞ്ഞെടുക്കുന്ന ജോലികൾ അവരുടെ വരുമാന മാർഗത്തിന് വേണ്ടി മാത്രമായിരിക്കും. അവർ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന തൊഴിലായിരിക്കില്ല അത്. അവർ വേറെ എന്തെങ്കിലും ജോലി ആയിരിക്കും അവർ ആഗ്രഹിക്കുന്നത്. അവർ ശപിച്ചുകൊണ്ടും എനിക്കിഷ്ടമില്ലാത്ത ജോലിയാണെന്ന് പറഞ്ഞുകൊണ്ടും കഷ്ടപ്പാടാണെന്നും ബുദ്ധിമുട്ടാണെന്നും കൊണ്ട് പരാതി പറഞ്ഞുകൊണ്ടുമായിരിക്കും അവർ ആ ജോലി ചെയ്യുന്നത്. തുറന്നവർക്ക് ആ ജീവിതത്തിൽ ആ ജോലി വഴി അവർക്ക് പ്രശ്നങ്ങൾ മാത്രമായിരിക്കും അവർ നേരിടേണ്ടി വരുന്നത്. അതേസമയം ഇത് ഇപ്പോൾ എനിക്ക് കിട്ടിയ ജോലിയാണ്, ഇതെൻ്റെ ഇപ്പോഴുള്ള വരുമാനത്തിനുള്ള മാർഗ്ഗമാണ് എന്ന് വിചാരിച്ച് ഭഗവാന് നന്ദി പറഞ്ഞുകൊണ്ട് ആ ജോലി ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ആ ജോലിയിലേക്കുള്ള ഒരു വഴിത്തിരിവ് ഭഗവാൻ നിങ്ങൾക്ക് കാട്ടിത്തരും. അങ്ങനെ നിങ്ങൾ മാനസികമായിട്ട് മാറണം. അപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു സമാധാനം ഉണ്ടാകണം. കാരണം എല്ലാം നമ്മുടെ നിയന്ത്രണത്തിലല്ല, പക്ഷേ നമ്മുടെ ശ്രമം നമ്മുടെ കയ്യിലാണുള്ളത്. നമ്മുടെ മനോഭാവം അതും നമ്മുടെ കയ്യിലാണുള്ളത്. നമ്മുടെ വാക്കുകൾ അതും നമ്മുടെ കയ്യിലാണുള്ളത്. നമ്മുടെ പ്രാർത്ഥനകൾ അത് നമ്മുടെ കയ്യിലാണ്. അവിടെയാണ് നമ്മുടെ യഥാർത്ഥ ശക്തി. ജീവിതത്തിൽ ഒരിക്കൽ പോലും നിങ്ങൾക്ക് തോന്നരുത് ഞാൻ ചെയ്തതെല്ലാം വെറുതെ ആയി എന്ന്. നിങ്ങൾക്ക് ഒരു സമയത്ത് പോലും നിങ്ങൾക്കത് തോന്നാൻ പാടില്ല. നിങ്ങൾ പഠിച്ചതൊന്നും വെറുതെ ആയിട്ടില്ല എന്ന് ശക്തമായിട്ട് വിശ്വസിക്കുക. നിങ്ങൾ സഹിച്ച സങ്കടങ്ങളും പ്രയാസങ്ങളും സാഹചര്യങ്ങളും ഒന്നും വെറുതെ ആകില്ല എന്ന് വിശ്വസിക്കുക. നിങ്ങൾ ചെയ്ത നന്മകളൊന്നും വെറുതെ ആയിട്ടില്ല. നിങ്ങൾ നടത്തിയ സത്യസന്ധമായ പരിശ്രമങ്ങളൊന്നും വെറുതെ ആകില്ല. ചില ഫലങ്ങൾ ഉടനെ കാണാം, ചില ഫലങ്ങൾ വൈകിയായിരിക്കും കാണുന്നത്. ചില അനുഭവങ്ങളുടെ ഫലം നമ്മുടെ സ്വഭാവത്തിൽ തന്നെ കാണാൻ പറ്റും. പക്ഷേ ജീവിതത്തിലെ ഓരോ അനുഭവവും നമ്മളിൽ ഒരു അടയാളം വെച്ചിട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഭഗവാൻ മഹാദേവൻ കണക്കൊരു നാളും വെറുതെ ആകില്ല. ഭഗവാൻ കണക്ക് ഒരു മനുഷ്യന്മേൽ വെക്കുന്ന കണക്കൊരിക്കലും തെറ്റില്ല. ഇത് ഭയപ്പെടാനുള്ള ഒരു വാക്കല്ല കൂട്ടുകാരെ. ഇത് നമ്മളെ നല്ല ഒരു ജീവിതം നയിക്കുവാൻ ഓർമ്മിപ്പിക്കുന്ന ഒരു വിശ്വാസമാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും സത്യസന്ധത ഉണ്ടാകണം. നമ്മുടെ മനസ്സിൽ കരുണയുണ്ടാകണം. നമ്മുടെ പ്രവൃത്തിയിൽ ധർമ്മമുണ്ടാകണം. നമ്മുടെ യാത്രയിൽ ക്ഷമയുണ്ടാകണം. നമ്മുടെ ഹൃദയത്തിൽ മഹാദേവനോടുള്ള വിശ്വാസമുണ്ടാകണം. മഹാദേവനെ പോയി കണ്ടിട്ട് അതുവഴി പോയി ഒരു ജ്യോത്സ്യനെ കാണുന്നതല്ല നിങ്ങളുടെ വിശ്വാസം. ഭഗവാനിലെല്ലാം സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ വീട്ടിൽ വന്ന് നിങ്ങൾക്ക് ചെയ്യാനുള്ള കർത്തവ്യത്തിൽ മാത്രം നിങ്ങൾ ജാഗരൂകരാകുക.
അതെല്ലാം ഭഗവാൻ നോക്കിക്കോളും. അപ്പോൾ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും നമ്മൾ തകർന്നു പോകില്ല. കാരണം നമ്മൾ മനസ്സിലാക്കിയത് എല്ലാം ഉടൻ മനസ്സിലാക്കണമെന്നതോ കാര്യമല്ല. എല്ലാ ഉത്തരങ്ങളും നമ്മൾക്ക് ഇന്ന് തന്നെ കിട്ടേണ്ടതല്ല. എല്ലാ വാതിലുകളും ഇന്ന് തുറക്കേണ്ടതില്ല കൂട്ടുകാരെ. ശരിയായ സമയത്ത് ശരിയായത് സംഭവിക്കും. അതുവരെ ഞാൻ എൻ്റെ കർമ്മം ചെയ്യും, ഞാൻ എൻ്റെ വഴിയിൽ നടക്കും, ഞാൻ ഒരിക്കലും പ്രതീക്ഷ കൈവിടില്ല, ഞാൻ മഹാദേവനെ ഓർത്തുകൊണ്ടേയിരിക്കും. ഇന്ന് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ഭാരമുണ്ടെങ്കിൽ കുറച്ച് നിമിഷം കണ്ണടച്ച് നിങ്ങളൊന്ന് ശാന്തമായിട്ടിരിക്കുക. ശ്വാസം പതുക്കെ എടുക്കുക. മനസ്സിൽ ഒരിക്കൽ പറയുക ഓം നമഃശിവായ. വീണ്ടും പറയുക ഓം നമഃശിവായ. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഉടൻ ഇല്ലാതാകും എന്ന് ഞാൻ ഉറപ്പു നൽകാനല്ല ഈ നാമം. പക്ഷേ പ്രശ്നങ്ങൾക്കിടയിലും നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനും ഒരു ശുഭപ്രതീക്ഷ നിങ്ങളുടെ മനസ്സിൽ വളർത്തുവാനും ധൈര്യത്തോടെ മുന്നോട്ട് പോകാനും ഈ ഓർമ്മ നിങ്ങൾക്കൊരു ആശ്രയമാകും. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഇരുട്ടാണെങ്കിൽ പോലും അതുകൊണ്ട് നിങ്ങളുടെ കഥ അവസാനിക്കുന്നില്ല കൂട്ടുകാരെ. ഒരു പുതിയ പ്രഭാതം വരും, ഒരു പുതിയ അവസരം നിങ്ങൾക്കുണ്ടാകും, ഒരു പുതിയ ചിന്ത നിങ്ങളിൽ ഉടലെടുക്കും, ഒരു പുതിയ ശക്തി നിങ്ങളുടെ ഉള്ളിൽ ഉണരും. അതുവരെ നിങ്ങൾ തളരരുത്, നിങ്ങൾ നിങ്ങളെ തന്നെ ഉപേക്ഷിക്കരുത്, നിങ്ങളുടെ നല്ല മനസ്സ് നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തരുത്, ഒരിക്കലും നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. മഹാദേവൻ്റെ നാമം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ കർമ്മം ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് മാത്രമേ ഉള്ളൂ. കാരണം ചിലപ്പോൾ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം നമ്മൾ ചോദിച്ച കാര്യം ലഭിക്കുന്നതിലല്ല, നമ്മൾ അതിനേക്കാളും ശക്തമായ ഒരാളായി മാറുന്നതാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. ഒരു ദിവസം നിങ്ങൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ കരുതിയതെല്ലാം അവസാനിച്ചു എന്നാണ്. പക്ഷേ മഹാദേവൻ എന്നെ മറ്റൊരു വഴിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഇത് പല ശിവഭക്തർക്കും അനുഭവമുള്ള കാര്യമാണ്. അന്ന് നിങ്ങളുടെ കണ്ണുകളിൽ ഒരു കണ്ണുനീരിൻ്റെ ഒരു മയമുണ്ടാകും. പക്ഷേ ആ കണ്ണുനീരിൽ ഒരിക്കലും നിങ്ങൾക്ക് വേദനയല്ല ഉണ്ടാകുന്നത്, ഒരു ആത്മസംതൃപ്തിയായിരിക്കും, നന്ദിയായിരിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിൽ പറയണം മഹാദേവ, അന്ന് എനിക്ക് മനസ്സിലായില്ല, ഇന്ന് എനിക്കിത് മനസ്സിലാകുന്നു. ഞാൻ കാത്തിരുന്ന ഓരോ നിമിഷത്തിനും ഒരു അർത്ഥമുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നത്തെ ദിവസത്തിൽ നിന്ന് ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത്, നല്ലത് ചെയ്യുക, സത്യസന്ധമായി പരിശ്രമിക്കുക, ആവശ്യമായെടുത്ത് ക്ഷമിക്കുക, ആവശ്യമായെടുത്ത് വിട്ടുകൊടുക്കുക, നിങ്ങളുടെ മനസ്സിനെ സംരക്ഷിക്കുക, നിങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുക. ബാക്കിയെല്ലാം സമയത്തിന് വിട്ടുകൊടുക്കുക, മഹാദേവന് വിട്ടുകൊടുക്കുക. മഹാദേവനെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ നല്ല ചുവടും നിങ്ങളുടെ തന്നെ വളർച്ചയിലേക്കുള്ള ഒരു ചുവടാകട്ടെ. നിങ്ങളുടെ വീട്ടിൽ സമാധാനമുണ്ടാകട്ടെ, നിങ്ങളുടെ മനസ്സിൽ ധൈര്യമുണ്ടാകണം, നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് നല്ല ഫലം ലഭിക്കണം. ഇതെല്ലാം ഭഗവാൻ തരും. നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായ സമയത്ത് ശരിയായ വാതിലുകൾ ഭഗവാൻ മഹാദേവൻ നിങ്ങൾക്ക് തുറന്നു തരും. മഹാദേവൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വാസമായി നിലനിൽക്കട്ടെ. ഓം നമഃ ശിവായ.